ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകുന്നു. രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 150ഓളം യാത്രക്കാർ ദുരിതത്തിലാണ്. യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രതിഷേധിക്കുന്നു. ഇന്നലെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത് എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പായ കാണണം. വാപ്പ മരിച്ചു കിടക്ക. നേരത്തെ പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല. എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. എല്ലാ എയർപോർട്ടും എന്റെ ഭാഗത്ത് ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് കിടക്കുകയാണ്. എന്റെ ഭാഗം എന്റെ സിസ്റ്റർ ഉൾപ്പെടെ ഇല്ലാത്ത ഞാൻ രാവിലെ 3 മണിക്കാണ് ഇവിടെ എത്തിയത്. 3 മണിക്ക് രാവിലെ എയർപോർട്ടിനകത്ത് കയറി വെള്ളം പോലും. ഇതിനകത്ത് 2 വയസ്സായ കുട്ടിയുണ്ട്. ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ദിവസമായ കുട്ടിയിനകത്തുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, കുറെ മാസങ്ങളായി വിമാനയാത്രക്കാർ വലിയ പ്രതിസന്ധിയിൽ കഷ്ടപ്പാടിലാവുകയാണ്, പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ. ഇതിപ്പോൾ എന്താണ് വിമാനം വൈകാൻ കാരണമായി പറയുന്നത്? ഇവർക്കുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ലേ? ധന്യ, ഇത് ഇന്ന് പുലർച്ചെ 6:05 പോകേണ്ട വിമാനമാണ്. പക്ഷെ അത് വൈകാൻ കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ദുബൈയിലേക്ക് എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം റാസൽ ഖൈമയിൽ ഇറക്കി, അതുകൊണ്ട് വിമാനം വൈകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു വിമാനത്തിൽ ഈ യാത്രക്കാരെ മുഴുവൻ മുംബൈയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിമാനത്തിൽ കയറ്റി. അത് കഴിഞ്ഞിട്ടും ആ വിമാനം പുറപ്പെടുന്നില്ല. മണിക്കൂറുകളോളം അവർ അതിനകത്ത് കാത്തിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് അവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് 5 മണിക്ക് UAE സമയം വൈകുന്നേരം 5 മണിക്ക് ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ ഇവരെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. വളരെ അത്യാവശ്യമായി നാട്ടിലെത്തേണ്ട നിരവധി യാത്രക്കാർ അതിലുണ്ട്. പിതാവ് മരിച്ചു കിടക്കുന്ന 2 പേര് കണ്ണീരോടുകൂടി വീഡിയോയിൽ അതിന്റെ വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് ഈ വിമാനം എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഇത് ഇപ്പോൾ 5 മണിക്ക് തന്നെ ഈ വിമാനം പോകും എന്ന് പറയുന്നത് ചെന്നൈയിലേക്കാണ്. അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ വേണം തിരുവനന്തപുരത്തേക്ക് എത്താൻ. അപ്പോൾ യാത്രക്കാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. തന്നെയാണ്. ശരി ഷിനോജ്.